അറിഞ്ഞില്ലേ നിങ്ങൾ? രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 1,00,000-നടുത്ത് വോട്ടുകൾ BJP മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അല്ലെങ്കിൽ ഈ അഴിമതിക്കാരായ ആളുകളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യമാണ്. അത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇനി ഇവനെ വിശദമായി ചോദ്യം ചെയ്താൽ തത്ത പറയുന്ന പോലെ ഇവനെല്ലാം പറയും. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. രാഹുൽ ഗാന്ധി പൂർണ്ണ ഉത്തരവാദിത്തോടെ പറയുന്നു, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡേറ്റ് ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എത്ര ബുദ്ധിമുട്ടാണ് ഒരു പടം ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ, ഒരു അഡ്രസ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? 6 മാസം എടുത്തിട്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ഞാൻ പിഴിഞ്ഞെടുക്കും, ശരിയാക്കിയെടുക്കും. ഒരു മണ്ഡലത്തിലെ ഒരേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ അന്വേഷണം ഇതാണെങ്കിൽ രാജ്യം മുഴുവൻ അന്വേഷിച്ചാൽ എന്താകും സ്ഥിതി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം, ആ ഫലത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇരിക്കുന്നു. ആ ഫലത്തിന് നേർക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഇത് കുമ്പളങ്ങമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. വൈദ്യുതി ലിസ്റ്റ് തന്നിട്ടുണ്ട്. കണക്കുകൾ ഇങ്ങനെയാണ്. ഇരട്ട വോട്ടർമാരുടെ സംഖ്യ 11,965. കള്ള അഡ്രസ്സുകളും 0 എന്നെഴുതിയിരിക്കുന്ന അഡ്രസ്സുകളും മാർക്ക് ചെയ്തിരിക്കുന്നത് 40,009. ഇനി അതിനും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണത്? ഒരേ അഡ്രസ്സിൽ വ്യാപകമായി വോട്ടർമാർ ചേർക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, അതിന്റെ മൊത്തം എണ്ണം 10,000-ന് മുകളിൽ. ഫോട്ടോകൾ ഇല്ലാത്തതോ വ്യക്തമല്ലാത്ത ഫോട്ടോകളോ ഉള്ള 4,132. ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ? ഫോം 6, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ഉള്ള തിരിമറി 33,000-ന് മുകളിൽ. തീർന്നിട്ടില്ല. ഇതെല്ലാം കൂടെ ചേർത്താൽ 1,00,000-ന് മുകളിലുള്ള വോട്ടർമാരാകും ഒരു മണ്ഡലത്തിൽ. മഹാദേവപുരയിൽ മാത്രം കള്ള വോട്ടർമാരായി, വ്യാജ വോട്ടർമാരായി BJP ചേർത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്ക് എങ്ങനെയായിരിക്കും, ഓരോ നിയമസഭകളിലേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്. എനിക്ക് മെയിനായി പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയുക ചെയ്യണ്ട. കാരണം ഇവരുടെ ഒരു രീതികളാണത്.